നമസ്കാരം. ചിരിമുട്ടായിലേക്ക് സ്വാഗതം. ഞാൻ ഈ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പരിസരത്ത്, നമ്മുടെ നാട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന കുറേ സ്വഭാവ സവിശേഷതകൾ. നമ്മൾ ഏതൊരു ആളെ വിളിച്ചിട്ട് നിങ്ങളുടെ അയൽക്കാരൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അയാൾ പറയാം പന്ന റാസ്കലാണ്. അത് പൊതുവെ ഒരു തത്വമാണ്. എല്ലാവർക്കും അവരുടെ അയൽക്കാരനെ കുറിച്ച് മോശം അഭിപ്രായം. നമ്മളെക്കുറിച്ചും അവർക്ക് അവരുടെ ചിന്ത അങ്ങനെ ആയിരിക്കും. അത് തർക്കമൊന്നും വേണ്ട. അതിന് കാരണമൊന്നുമില്ല. ഒന്നുകിൽ അയാളുടെ തെങ്ങ് വളഞ്ഞ് ഇയാളുടെ പുരയിടത്തിൽ കിടക്കും, ഇയാളുടെ മാവ് വളഞ്ഞ് അവരുടെ പുരയിടത്തിൽ കിടക്കും, അവരുടെ കോഴി എപ്പോഴും പറന്നു വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് അപ്പി ഇടുന്നു, അല്ലെങ്കിൽ അയാളുടെ അവിടുത്തെ ഓട പൊട്ടി നമ്മുടെ പുരയിടത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ ഓട പൊട്ടി അങ്ങോട്ട് പോകുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് വീരസമാണ്. ഒരു നല്ലൊരു അയൽക്കാരൻ എന്നൊന്ന് ഉണ്ടാക്കിയെടുക്കാമെന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ട്. ഇപ്പം ഞാനീ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഇപ്പം വിദേശത്തൊക്കെ പോയിട്ട് വന്ന ഒരു പുതിയൊരു സംസ്കാരമാണ്. ഒരു ഭീമാകാരനായ ഒരു പട്ടിയെയും തുടരി പിടിച്ചൊരു ചങ്ങല ഇട്ടുകൊണ്ട് ഒരു നിക്കറും ഒക്കെ എടുത്ത് ക്യാൻവാസും തൊപ്പിയൊക്കെ വെച്ച് ഈ പട്ടിയെ കൊണ്ട് റോഡിൽ നടത്തിക്കാൻ കൊണ്ടുപോകും. ഈ നടത്തിക്കാൻ കൊണ്ടുപോകുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് റോഡിൽ കൊണ്ടുപോയി അപ്പിടിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. അവരുടെ വീട്ടിൽ ചെയ്യാനുള്ള മനസ്സവർക്കില്ല. എങ്കിൽ റോഡിൽ ഇരിക്കുന്നവൻ്റെ പെടലേക്ക് അവിടെ എന്ന് വിചാരിച്ച് ഈ റോഡിൽ ഇവനെ കൊണ്ട് നടത്തിച്ചിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് അപ്പിടിപ്പിക്കും. നമ്മുടെ ഒരു പാർട്ടിക്ക് പറ്റിയ അവസ്ഥ, ഈ പട്ടി ഇങ്ങനെ നടന്നു വന്ന് ഈ നമ്മുടെ കക്ഷിയുടെ വീടിൻ്റെ മുമ്പിലാവുന്ന അപ്പിയിടും. പല പ്രാവശ്യം അങ്ങേരെ വിളിച്ച് പറഞ്ഞ് എൻ്റെ പൊന്നു സാറേ ഇവിടെ ഇരിക്കാൻ വയ്യ, അസാധ്യമായ സ്മെല്ലാണ്, അത് ഇവിടെ നിന്ന് മാറ്റി ഇങ്ങനെ, അല്ലെങ്കിൽ സാർ അത് കോരിക്കളയണം. അത് കോരിക്കളയാനൊന്നും പറ്റത്തില്ല, അതെയാണ് ഞാൻ റോഡിലല്ലയോ പട്ടി അപ്പിയിടുന്നത്, തനിക്കെന്താ, താൻ എനിക്കങ്ങനെ പറ്റാമെന്ന് തോന്നി, എൻ്റെ പട്ടി റോഡിലെ അപ്പിയിടത്തുള്ളൂ, ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ്, അത് അവിടെ വന്നേ അപ്പിയിടത്തുള്ളൂ. അപ്പം ഇയാൾ കൗൺസിലറോട് പറഞ്ഞു നോക്കി. അപ്പോൾ കൗൺസിലർ പറഞ്ഞു, പക്ഷേ ഒരു രക്ഷയൊന്നുമില്ല, അയാൾ വലിയ സ്വാധീനമുള്ള ആളാണ്, അയാളടുത്ത് പറഞ്ഞാൽ കേൾക്കത്തില്ല, കുറേ കാശിൻ്റെ അഹങ്കാരമൊക്കെ ആയിക്കൊണ്ട് അതുകൊണ്ട് അത് കേൾക്കത്തൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിൽ ആസ്മ പേഷ്യൻ്റ്. ഇതിൻ്റെ സ്മെല്ലും എല്ലാം കൂടെ കണ്ടപ്പോൾ അവർക്ക് ഈ ആസ്മ കൂടി വരിക. ഇയാളങ്ങ് കുഴഞ്ഞു. കോടതി പോയാലും ഒരു ഇത് കിട്ടത്തില്ല, നീതി കിട്ടത്തില്ല എന്ന് മനസ്സിലാക്കി ഇയാൾ ഒത്തിരി പേരുടെ അടുത്ത് ഇതിൻ്റെ അഭിപ്രായം ചോദിച്ചു. ഇതിനെന്താ ഒരു പ്രതിവിധി? പലരെ കൊണ്ടും അങ്ങനെ പറയുകയും ചോദിച്ചു, ഇവിടെ ഇത് എന്താ? അയാൾ പറഞ്ഞു പറ്റത്തൊന്നുമില്ല, പട്ടി അപ്പിടുന്നതിന് നമുക്ക് ബന്ധിയാവും, ഇത് കാരണം നാട്ടിലുള്ള അമ്പളിക പട്ടികൾ അവിടെ വന്ന് അപ്പിയിടും. ഇയാളങ്ങ് കുഴഞ്ഞു. മഴയാകുമ്പോൾ ഇതെല്ലാം കൂടെ ഒലിച്ച് അയാളുടെ വീടിൻ്റെ വാതിൽ വന്ന് കെട്ടിക്കിടക്കും. അയാൾ ആകെ അങ്ങ് അസ്വസ്ഥത. അയാൾ പാവം പിടിച്ചൊരു മനുഷ്യൻ, അയാൾ രോഗിയുമാണ്. അങ്ങനെ ഇരുന്നപ്പോൾ അയാളുടെ ഒരു വലിയൊരു സുഹൃത്തിനെ കണ്ടിട്ട് ഈ ദുഃഖം പറഞ്ഞു, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഈ പട്ടി സ്ഥിരമായിട്ട് ഇവിടെ വന്ന് അപ്പിയിടുന്നു, ഒരു മാർഗവും ഇല്ല, അയാളോട്ട് കേൾക്കത്തുമില്ല. അയാൾ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പം എന്തോ ഒരു വലിയ ആനയെ കൊണ്ടുവരുന്നത് അത് കൊണ്ടുവരും. അയാൾക്ക് ഒരു വലിയ ക്രെഡിറ്റ് പോലെ, പട്ടിക്ക് പോലെ ക്രെഡിറ്റ് പോലെ ഇവൻ്റെ വീടിൻ്റെ രൂപ അപ്പിയിടും. ഇങ്ങനെ കുറച്ച് ദിവസമായപ്പം മറ്റേയാൾ പറഞ്ഞു, ഞാനൊരു ഉപാധി പറയാം, ഇന്നൊറ്റ മാർഗം, താൻ അമ്പോളത്തിൽ പോയിട്ട് ഒരു നല്ലൊരു പടക്കം വാങ്ങിക്കണം. അത് ചെറിയ പടക്കമൊന്നുമല്ല, ഇത് വലിയ പടക്കം, ഇവിടെ മൊത്തം പൊട്ടിത്തെറിക്കുന്നൊരു പടക്കമായിരിക്കും. ശബ്ദം കേട്ടാൽ അത് അത്ര വലിയ ഭീകരമായൊരു പടക്കം പോയി വാങ്ങിക്കുക. ഈ പട്ടി അപ്പിയിടാൻ വരുമ്പോൾ നിങ്ങളുടെ പുരയിടത്തിലത് പൊട്ടിക്കുന്നതിന് ആർക്കും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, റോഡിലല്ലല്ലോ പൊട്ടിക്കുന്നത്. അയാൾക്ക് പട്ടിയെ റോഡിൽ അപ്പിയിടാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ ഈ പടക്കം നിങ്ങളുടെ വീട്ടിൽ പൊട്ടിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്, പട്ടി അപ്പിയിടാൻ നേരം ഈ പടക്കം ഒന്ന് പൊട്ടിച്ചു നോക്കും. അതിന് ഇദ്ദേഹം കഷ്ടപ്പെട്ട് വലിയൊരു പടക്കമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് പതിവ് പോലെ അവിടെ കാത്തിരുന്നു. ഈ മിനി സായിപ്പ് പട്ടിയായിട്ട് വരുന്നു. നേരെ പട്ടി വന്നു, സ്വിച്ചിട്ട് കണക്ക് തന്നെ നേരെ അവിടെ വീട്ടിൻ്റെ വാതിൽക്ക് വന്നു. അവിടെ വന്ന് അങ്ങോട്ട് അപ്പിയിടാനങ്ങോട്ട് ഇരുന്നപ്പം ഇദ്ദേഹം ഈ പടക്കം അങ്ങ് പൊട്ടി. പടക്കം പൊട്ടിയത് ഈ പട്ടി അയാളെയും കൊണ്ട് ഒരു ഓട്ടം ഓടിയത് മാത്രമല്ല, അയാളുടെ കയ്യിൽ നിന്ന് പട്ടി അങ്ങ് വിട്ടുപോയി. കാരണം അത്ര ശക്തമായിട്ടാണ് ഓടിയത്. പട്ടി ഓടി അങ്ങ് വീട്ടിലോട്ട് പോയി, ഇയാൾ കുറേ ഓടി അങ്ങ് അകത്തോട്ട് കയറി. ഇങ്ങനെ സത്യം പറയട്ടെ, പിന്നെ ആ പട്ടിയെ ഗേറ്റിന് വേണ്ടി കണ്ടിട്ടില്ല. മാത്രമല്ല, പട്ടി അപ്പിയിട്ടില്ലെന്നുള്ളതാണ് പിന്നെ നമുക്ക് കിട്ടിയ വിവരം. വെറ്ററിനറി ഹോസ്പിറ്റൽ ഡോക്ടർ വന്നാണ് അദ്ദേഹം പട്ടിയുടെ അപ്പി എടുക്കുന്നത്. ആ ഒരൊറ്റ വെടിയോടുകൂടി പട്ടിയുടെ അപ്പിയിടലങ്ങ് നിന്നു.
ഇപ്പം ഞാനിത് പറയുന്നതേ, ഇതുപോലെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത് പട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ വീട്ടുകാരനാ ചെയ്യുന്ന പട്ടിയോട് കാണിക്കുന്ന ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണെന്നറിയാം. പക്ഷെ അങ്ങനെ ഈ അഹങ്കാരത്തിന് ഏറ്റവും നല്ല ഒരു സാമ്പിൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കുക.